ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പെപ്പർ ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചതും 2 തതൽ കറിവേപ്പിലയും കുറച്ച് തക്കാളിയും ക്രഷ് ചെയ്ത കുരുമുളകുമാണ് അതിന് വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാലയും ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി വേണം കേട്ടോ. അപ്പം നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചു, കടുകിട്ട് ജസ്റ്റ് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേനും സവോളയും കൂടി ഇട്ടു കേട്ടോ. സവോള ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ അതിനകത്തോട്ട് മസാല ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമുക്ക് അതിനകത്ത് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ മെയിനായിട്ടായ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടെ കേട്ടോ. നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചല്ലെടുക്കണം, അല്ലാണ്ട് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ്. അതല്ല, പച്ചക്കുരുമുളക് എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പം അല്ലാത്ത കുരുമുളക് ചതച്ചെടുത്തത്. അപ്പോൾ അതൊരു 2 ടീസ്പൂൺ, അത് നമ്മുടെ എരിവിൻ്റെ പാകത്തിന് ചേർത്തോളുക. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് മസാലയുടെയൊക്കെ പച്ചമണം പോയി കഴിയുമ്പോഴത്തേന് നമുക്ക് ചിക്കൻ വൃത്തിയാക്കി വെച്ചേക്കണം ചിക്കൻ അതിനകത്ത് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ചിക്കനകത്ത് നേരത്തെ മസാല ഒന്നും പുരട്ടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ ഇതിനകത്തിട്ട് ഈ മസാലയ്ക്കകത്തിട്ട് അങ്ങ് വേവിച്ച് എടുക്കുവാണേ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊരു 4 മിനിറ്റ് ഒന്ന് വേവിക്കാവേ. അപ്പോൾ 4 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, അപ്പം ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടി നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഒരു 3 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാവേ. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ച് കണ്ടോ, ഈ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി ആ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് വരും. ഇനി അതൊന്ന് ഇളക്കി കൂട്ടി എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയോ ഉപ്പോ ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതല്ല എങ്കിൽ ഇത് തന്നെ ധാരാളം. മല്ലിയില ഉണ്ടെങ്കിൽ ഇച്ചിരി മല്ലിയിലയും കൂടി ഇടാം. എന്നിട്ട് ജസ്റ്റ് തീ ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബിൽ കാണുന്നവരെ. അതല്ല ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാവേ. താങ്ക് യു.